ഡിസംബർ മാസം 18-ാം തീയതി ക്രിസ്തു വർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമുക്ക് പ്രാർത്ഥിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് തന്നെ ദൈവവചനം നമുക്ക് പഠിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ വീണ്ടും നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ ക്രിസ്തുവിനും ഇത്ര വലിയ രക്ഷയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ ലോകത്തിൽ അവിടുത്തെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടെ ദൈവമായിരിക്കാലും രക്ഷകനായിരിക്കുവാലും പുത്രനെ അയച്ച് സ്നേഹിച്ചവനാകിയാലും ഞങ്ങൾ നന്ദിയും സ്തുതിയും വീണ്ടും അർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാം തിരുനാമമഹത്വത്തിനായി തീർക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം കാണിച്ചു തന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അത് വിശ്വാസമായി പരിണമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളുടെ സന്ദേശം, ദൈവവചനത്തിൽ നിന്നുള്ള സന്ദേശം നമ്മൾ അവസാനിപ്പിച്ചത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്ഥാപിച്ചു തന്ന, ഉറപ്പിച്ച് തന്ന ദൈവവചനത്തിലുള്ള വിശ്വാസം അത് പരമപ്രധാനമാണ്. അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല എങ്കിൽ അത് നിഷ്ഫലമായിരിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നാം പരിഗണിച്ചത്. അതുകൊണ്ട് വിശ്വാസമാണ് മുഖ്യമെന്ന് അപ്പസ്തോലന്മാർ പോലും എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം എഴുതിയ അപ്പസ്തോലന്മാരും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശ്വാസമാണ് മുഖ്യം, പ്രവൃത്തിയാലല്ല. കാരണം പ്രവർത്തിക്കേണ്ടത് നമുക്ക് കഴിയാത്തത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ട് ഇനി പ്രവൃത്തി കാരണം അല്ല. മൂന്നാമതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിഗണിച്ച് ദൈവപുത്രനായ യേശു ക്രിസ്തു പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ട്. തുടർന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച അപ്പസ്തോലന്മാരും വിവിധ തിരുവചന എഴുത്തുകാരും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ വായിച്ചത് അപ്പസ്തോലനായ തോമസിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പസ്തോലനായ തോമസിനോട് കർത്താവ് തന്നെ പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു,
ആരെയാണ് കണ്ടത്? മരിക്കുന്നതിന് മുമ്പ് കണ്ട, മരിച്ചതിന് ശേഷം, അടക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതിനും ദൃക്സാക്ഷിയായിരുന്ന, തുടർന്ന് പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ട തോമാസിനോട് അപ്പസ്തോലൻ, ആദ്യമേ അദ്ദേഹം ശിഷ്യനായിരുന്നു, പിന്നെ അപ്പസ്തോലനായിട്ട് നിയമിതനായി. അവനോട് പറയുകയാണ്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാഴ്ചയാലല്ല, അത് വിശ്വാസത്താലാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങളിലെ വിശ്വാസ്യത, ദൈവത്തിൻ്റെ വിശ്വസ്തത, തിരുവചനത്തിൻ്റെ പരിപൂർണതയും അതിൻ്റെ വിശ്വാസ്യതയും, അതാണ് നമ്മളുടെ വിശ്വാസമായി പരിണമിക്കേണ്ടത്. അതാണ് നാം വിശ്വസിക്കേണ്ടത്. അബ്രഹാം അപ്രകാരം ചെയ്തു. ദൈവം അവനോട് വാഗ്ദാനം ചെയ്തു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. അങ്ങനെ കണ്ടിട്ടില്ല എങ്കിലും, ഇനി ഇപ്പോൾ കാണുന്നില്ല എങ്കിലും നാം അവനിൽ വിശ്വസിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു. അവനിൽ വിശ്വസിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നാം ഭാഗ്യവാന്മാരായി തീർന്നുവോ എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മൾ സംക്ഷേപമായി പറഞ്ഞ കാര്യം. എന്നാൽ ഇന്ന് തിരുവചനത്തിൻ്റെ പ്രാധാന്യം പരിഗണിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്മസിൻ്റെ നാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും കരോളുകളും ഷോപ്പിംഗും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരുവിട്ടും ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയെ സംബന്ധിച്ച് ദൈവകൃപയാൽ 2ാമത്തെ വർഷം തികയുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച ക്രിസ്മസ് ഡേ ആണ്. ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിനമാണ്. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല നാഴികക്കല്ലുകളും കടന്ന് ദൈവകൃപയാൽ എന്ന് ഒരിക്കലും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, വീണ്ടും ദൈവവചനമായിട്ട് ഞങ്ങൾ കടന്നു വരുവാനും അത് തുടരുവാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ക്രിസ്മസിനോടുള്ള ബന്ധത്തിലും ഞങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും അത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്രിസ്മസ് നാളുകൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മകളും അവൻ നമുക്ക് വേണ്ടി കഴിച്ച വലിയ സാധ്യതകളും പരിഗണിച്ച് അവനിൽ വിശ്വസിച്ച് ക്രിസ്മസ് ഏറ്റവും ആഹ്ലാദകരമായിരിക്കുവാൻ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വിഷയം തിരുവചനത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മളിന്ന് പരിഗണിക്കാൻ പോകുന്നത്. വിശ്വാസമാണ്. അപ്പോൾ എന്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ആരിലാണ് വിശ്വസിക്കേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആധാരമായിട്ടെടുത്ത ഒരു വേദഭാഗമാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ മുന്നോടിയായിട്ടാണല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ 2-ാം അധ്യായം. ഈ അധ്യായങ്ങളും ഓരോ വാക്കുകൾക്ക് അക്കങ്ങൾ ഇട്ടതെല്ലാം അത് മനുഷ്യർ ചെയ്ത ഒരു നമ്മുടെ പഠനത്തിനും നമ്മുടെ റെഫറൻസിനൊക്കെ വേണ്ടി അത് ഉദ്ധരിക്കുമ്പോൾ അത് എളുപ്പം മനസ്സിലാക്കാൻ തക്കവണ്ണം ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ ഇത് എഴുതിയപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് നമ്മൾ അത് പൊതുവിജ്ഞാനമാണെന്ന് ഞാൻ കരുതുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തുടങ്ങി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പരമപ്രധാനമായിട്ടുള്ള ദൈവിക സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ട വചനം അത് വളരെ കരുതലോടെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരെ അരുളി ചെയ്തിട്ട്
ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പിന്നെ ഈ പുത്രനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. പുത്രൻ ആരാണ് എന്നുള്ളതാണ്. അവൻ പുത്രൻ, അവനെ നമ്മൾ അവൻ മുഖാന്തരം ലോകമുണ്ട്, അവനെ താൻ ദൈവം സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ, ഇതെല്ലാം യേശു ക്രിസ്തു, പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുത്തുകയും, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പുത്രൻ്റെ അവൻ്റെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിലുള്ള അവൻ്റെ മഹിമയെക്കുറിച്ചാണ്. അവൻ ഏറ്റവും മഹത്വമായ വ്യക്തിയാണ്. അതുമാത്രമല്ല, അവൻ ദൂതന്മാരെക്കാൾ വലിപ്പമുള്ളവനാണ്. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ ഇംഗ്ലീഷിലും മറ്റേ ഗ്രീക്കിൽ നിന്നുള്ള പരിഭാഷകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മൂലഭാഷയിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം തുടങ്ങുന്നത് ഗോഡ് സ്പോക്ക് എന്നുള്ള വിഷയമാണ്. ദൈവം അരുളി ചെയ്തു എങ്കിൽ, ദൈവം അരുളി ചെയ്തു എങ്കിൽ നമ്മളത് എത്രയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവം അരുളി ചെയ്തു, പുത്രൻ മുഖാന്തരം ഈ അന്ത്യകാലത്ത് അരുളി ചെയ്തു. ഈ പുത്രൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവൻ പാപങ്ങൾക്ക് പരിഹാരം പറ്റും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു വലിയ രക്ഷ മനുഷ്യ കുലത്തിന് നൽകിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയും, ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് സാൽവേഷൻ എന്നാണ്, ഇത്ര വലിയ രക്ഷ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ട വിഷയം, അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, പുത്രൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും നമുക്ക് ദൈവകൃപയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതാണ് തിരുവചനത്തിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് സ്ഥിരമാണ്, വചനം സ്ഥിരമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും, അത് സ്ഥിരതയുള്ള ഒരു കാര്യമാണ്, സ്റ്റേബിളാണത്, മാറിപ്പോകുന്ന ഒന്നല്ല. ഇവിടെ പ്രധാനമായിട്ട് അവിടെ ഇത് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണമാണ്. അത് ദൂതന്മാർ മുഖാന്തരം, നമ്മൾ 7-ാം അപ്പസ്തോലപ്രവൃത്തി 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം നൽകുമ്പോൾ അവിടെ ഒരു ദൂതൻ മുഖാന്തരം നൽകി എന്ന് നമുക്ക് അവിടെ ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ആ ഒരു ഭാഗം ഇല്ല, എഴുതിയിട്ടില്ല. എന്നാൽ അത് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അത് ദൂതന്മാർ മുഖാന്തരമാണ്. അപ്പസ്തോലനായ പൗലോസിന് അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം ലഭിക്കുമ്പോൾ അവിടെയും കർത്താവാണിത് വെളിപ്പെടുത്തുന്നത്. വെളിപ്പെട്ട് കിട്ടിയത് അപ്പസ്തോലനായ യാക്കോബിനാണ്, യോഹന്നാനാണ്. എങ്കിലും അവിടെയും ഒരു ദൂതൻ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ദൂതന്മാർ ദൈവിക വെളിപ്പാടിലും ദൈവിക വെളിപ്പാടുകളുടെ നിവൃത്തിയിലും ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈ ദൈവവചനം അത് ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വഴികളിൽ കൂടെയും കിട്ടിയതായതുകൊണ്ട് സ്ഥിരതയുള്ളതാണ്. വചനം സ്ഥിരമായിരിക്കുകയുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥിരത എന്നുള്ളൊരു ആശയം ദൈവത്തിൻ്റെ പ്രാധാന്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്? ഇത്ര വലിയ രക്ഷയെക്കുറിച്ച്. അതുകൊണ്ട് അത് നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ, അതിനെ പരിഗണിക്കാതെ പോയാൽ, അതിൽ വിശ്വസിക്കാതെ പോയാൽ അത് വളരെ അപകടമായി തീരും. എന്നാൽ ഈ എബ്രായ ലേഖനത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ടു, എന്നാൽ പിൽക്കാലങ്ങളിൽ അവർ ആ വിശ്വാസം ത്യജിക്കാനും
ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ അത് ത്യജിക്കാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീർന്നു. ഇത് ദുഷ്ടൻ്റെ ലോകമാണ് എന്ന് നാം ഓർത്തിരുന്നാൽ നമുക്ക് നമ്മുടെ വിശ്വാസം അത് നഷ്ടപ്പെടാൻ അത് വിശ്വാസത്തിന് പോരായ്മകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അത് മുന്നമേ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ആശ്രയിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. കാരണം ഇത് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഭൂമിയാണ്, അതിൻ്റെ അവകാശപുത്രനാണ്. എങ്കിലും അത് പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും സാത്താൻ ആണ് ഈ ലോകത്തിൻ്റെ പ്രഭു. നമുക്കറിയാം, ഇന്ന് ഈ ഇസ്രായേലിനും ചുറ്റുവിടും നടക്കുന്ന വലിയ സംഭവ വികാസങ്ങൾ, അടയാളങ്ങൾ, അത് നമ്മൾ പഠിക്കേണ്ട വിഷയമുണ്ട്. എൻ്റെ അമ്മയെ എന്നെ തല്ലണ്ട, ഞാൻ നന്നാവില്ല എന്നുള്ളൊരു മലയാളത്തിൽ ചൊല്ലുണ്ട്. ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവൻ്റെ ദുഷ്ടത വിടുവാനായിട്ട് അവൻ അസാധ്യമാണ്. ദൈവത്തിൻ്റെ ശത്രു ഒരിക്കലും അവൻ്റെ മിത്രമായി പോകാൻ പോകുന്നില്ല. അവൻ്റെ ആ സ്വാധീനത്തിൽപ്പെട്ടാൽ, സാത്താൻ്റെ സ്വാധീനത്തിൽപ്പെട്ടാൽ, ഒരാശയങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടാൽ അതിൽ നിന്ന് വിട്ടുമാറുക അത് വളരെ പ്രയാസമുള്ള ഒരു കഥമാണ്. ഇംഗ്ലീഷ് അതിൻ്റെ ലിറ്ററേച്ചറിൽ ഏറ്റവും സുപ്രസിദ്ധമായ ഒരു ട്രാജിക് സ്റ്റോറിയുണ്ട്. വില്യം ഷേക്സ്പിയർ എഴുതിയ ട്രാജഡികളേക്കാൾ ഏറ്റവും ദി മോസ്റ്റ് ട്രാജിക് നോവൽ എന്ന് പറയുന്നത് ഡോക്ടർ ഫോസ്റ്റസ് ആണ്. നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഫോസ്റ്റസ് സാത്താനുമായിട്ട് അവൻ്റെ രക്തം കൊണ്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അത് ഇനി മാറ്റാൻ പറ്റത്തില്ല. അവസാനം അവന് മരിക്കുന്നതിന് മുമ്പ് അത് മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കാൻ പറ്റാതെ പോവുകയാണ്. ഇത് ദൈവവചനത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനങ്ങനെ ഉദാഹരണങ്ങളൊരു വ്യക്തി അല്ലെങ്കിൽ കൂടി പറയാനായിട്ട് ഞാൻ നിർബന്ധപ്പെടുകയാണ്. ദുഷ്ടൻ്റെ ആശയങ്ങൾക്കും ദുഷ്ടൻ്റെ ആലോചനകൾക്കും നമ്മൾ അടിമപ്പെട്ടാൽ അതിൽ നിന്ന് വിട്ടുമാറുക അത് വളരെ പ്രയാസമാണ്. ദുഷ്ടൻ അവൻ്റെ ആ പ്രേരണയിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ അതിൻ്റെ പിന്നാലെ പോകുന്നത്. എന്നാൽ ഒരിക്കൽ മാനസാന്തരപ്പെടണം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും അത് അസാധ്യമായാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിയാനും, ദൈവത്തിൻ്റെ വചനം ഒരു വചനമേ ഉള്ളൂ, ഒരു പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ടെങ്കിലും ഒരു പുസ്തകമാണ് ദൈവം നൽകിയിട്ടുള്ളൂ, അതാണ് വേദപുസ്തകം. 66 പുസ്തകങ്ങൾ വേദപുസ്തകം. അതിൻ്റെ രചയിതാവ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അല്ലാതെ വേറൊരു പുസ്തകം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവം നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. എബ്രായലേഖനം 2-3 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയത്. കർത്താവ് ആരാണ്? അവൻ്റെ പുത്രൻ. ദൈവം എന്ന് പൊതുവേ വേദപുസ്തകത്തിൽ തെയോസ് എന്നുള്ള ഗ്രീക്ക് പദം നമ്മൾ തർജ്ജമ ചെയ്യുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് ഗോഡ്, GOD, ഗോഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്ററാണ്. അതിന് നമ്മൾ മലയാളത്തിലേക്ക് ദൈവം എന്നാണ് പരിഭാഷപ്പെടുത്തുന്നത്. എന്നാൽ ഈ ദൈവം ആരാണ്? അത് പിതാവായ ദൈവമാണ്. അത് ചില സമയത്ത് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അത് പുത്രനാണ്, ചില സമയത്ത് അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഏക ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്നുള്ളതിനൊക്കെ വളരെ തെളിവുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനും കഴിയും. അപ്പോൾ അങ്ങനെ കർത്താവ് യേശുക്രിസ്തു പുത്രൻ പറഞ്ഞു തുടങ്ങിയതും ഇത്ര വലിയ രക്ഷയെക്കുറിച്ചായതിനാൽ പറഞ്ഞു തുടങ്ങിയത് രക്ഷ ഉറപ്പാക്കിയതിന് ശേഷമായി കണക്കാകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എപ്പോഴാണ് തുടങ്ങിയത് എന്നുള്ളതാണ് വളരെ വിഷയം. ഇത് ഇത്ര വലിയ രക്ഷയെക്കുറിച്ചായതുകൊണ്ട് കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞത് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ആയിരിക്കണം എന്ന് ഞാൻ നിഗമിക്കുകയാണ്. എൻ്റെ ഒരു തിയോളജിക്കൽ ഡിഡക്ഷനാണത്. ഞാനത് ഇപ്രകാരമാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്ര വലിയ രക്ഷ അത് പരിപൂർണമായിട്ട് യേശുക്രിസ്തു സമ്പാദിച്ചതിന് ശേഷം, നിവൃത്തിയാക്കിയതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഇഷ്ടപ്രകാരം വിശ്വാസം നൽകിക്കൊണ്ടും സാക്ഷി നിന്നും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചെന്നുമായി
ഇത് നമ്മൾ പഠിച്ചു വരുന്ന വിഷയം ഇതാണ്: അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. ഇത് ചെയ്ത് ദൈവം ഉറപ്പിച്ച്, പിതാവായ ദൈവം ഉറപ്പിച്ചു തന്ന കാര്യമാണ് ഇത്ര വലിയ രക്ഷ. യേശു ക്രിസ്തു പുത്രൻ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്, അവൻ മരിച്ചാലും ജീവിക്കുമെന്നല്ല ഒരുപാട് വാഗ്ദാനങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ്. യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അത് രേഖപ്പെടുത്തിയ ദൈവവചനത്തിൽ, ബൈബിളിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വളരെ ദാരുണമായ അവസ്ഥയിലേക്ക് പോകും. ഞാൻ പറയുന്നതല്ല, അത് ദൈവം പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ, കേട്ട കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം. വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ നിങ്ങൾ ഇതൊരു വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കുക തന്നെ വേണം. അതിനുശേഷം പറയുന്നത്, ഇവിടെ പിതാവ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. പിതാവ് ആയ ദൈവം സാക്ഷ്യം നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മൾ വില കൽപ്പിക്കുന്നില്ല എങ്കിൽ അത് വളരെ ശോചനീയമായൊരു വിഷയം തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെ അവൻ സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും ദൈവമാണ് സാക്ഷി നിന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ദൈവം ഉറപ്പിച്ചു തന്നു, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ. ആരാണ് കേട്ടത്? കർത്താവിനെ കേട്ടവർ തൻ്റെ അപ്പസ്തോലന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ദൈവിക സത്യങ്ങൾ ഈ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ദൈവവചനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ പറയാൻ കാരണം. ഇവിടെ പിതാവായ ദൈവം പല ഉപാധികൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നത് നമുക്ക്. ഇത് എന്തുകൊണ്ട് നമ്മളിത് വിശ്വസിക്കണം, അത് ഗണ്യമാക്കരുത്, ഗണ്യമാക്കണം എന്നുള്ള, പരിഗണിക്കണം, അത് ശ്രദ്ധിക്കണം എന്നുള്ള വിഷയം പറയാൻ കാരണം ഇതാണ്. കാരണം ഇത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും, ഒന്നാമതായിട്ട് ആ വലിയ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന അത്ഭുതങ്ങൾ കാണിച്ച്, വീര്യപ്രവൃത്തികൾ കാണിച്ച്, മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. ജീവനുള്ളത് ദൈവം മാത്രമാണ്. ജീവൻ, ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു എലിമെൻറ്റ്, ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന DNA, അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ അറിവ്, അത് വസ്തുനിഷ്ഠമാക്കി തീർക്കാൻ തക്കവണ്ണം ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതുവരെ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ദൈവം ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും വലിയ കഴിവുകൾ ദൈവം നൽകിയിരിക്കുന്നതുകൊണ്ടാണ്. അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരു വസ്തു, ഒരു ആറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. അത് ദൈവത്തിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അത് ഒരു ഉപാധിയായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടാണ് സാക്ഷ്യം നമുക്ക് നൽകിയത്. ഒരു കന്യക ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അത് എത്രയോ അത്ഭുതകരമായൊരു കാര്യം. അത് ക്രിസ്മസ്, അതും പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം കാണിച്ചു വന്നിരിക്കുകയാണ്. എന്നിട്ട് അത് മാത്രമല്ല, ആ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വേദപുസ്തകം പ്രാധാന്യമായിട്ട് നമ്മൾ കണക്കാക്കുക. രണ്ടാമതായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ നൽകി. നമുക്കറിയാം പരിശുദ്ധാത്മാവ് എപ്പോഴാണ് വന്നത്. കർത്താവ് യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് പിതാവിൽ നിന്ന് വാഗ്ദാനം വാങ്ങിച്ച് അത് പുത്രനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒന്നാമതൊരു അടയാളങ്ങൾ അത്ഭുതങ്ങളല്ല ഉപാധികൾ ഉപയോഗിച്ചിട്ടാണ് ദൈവം ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം ഉറപ്പിച്ച് നൽകിയത്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി. മൂന്നാമതായി പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ വീതിച്ചു നൽകി എന്നുള്ളതാണ്.
ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതൊരു വിശ്വാസിക്കും കൃപാവരങ്ങളുണ്ട്, കൃപയുണ്ട്, അതിൻ്റെ പ്രത്യേക കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ദൈവസഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് എല്ലാം നൽകിയിട്ടില്ല. അവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിവിധമായ അത് വീതിച്ചു കൊടുത്തു. ഇഷ്ടപ്രകാരം പിതാവ് ഇഷ്ടപ്രകാരം തൻ്റെ വ്യക്തിപരമായ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ വീതിച്ച് നൽകി. ആയതിനാൽ ദൈവവചനം പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ കേൾക്കുകയും വേണ്ടത് ആവശ്യമാണ്. കേട്ട കാര്യങ്ങൾ വിശ്വാസമായി പരിണമിക്കണം. ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത്? രക്ഷ സൂക്ഷിക്കാനോ ഒന്നുമല്ല. ദൈവം നമുക്ക് തൻ്റെ പുത്രനെ നൽകി, നമ്മൾ പുത്രനെ വിശ്വസിക്കുകയാണ്. പുത്രൻ ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അവൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, അതെല്ലാം നമ്മുടെ തന്നെയാണ്. എന്നാൽ ഇവിടെ ഈ ദുഷ്ട ലോകത്തിൽ അതിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലങ്ങൾ അത് അനവധി ആയിരിക്കും. അപ്പം അങ്ങനെ നാം ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവവചനം കേൾക്കണം. കേട്ട് വിശ്വസിച്ചവർ അത് എന്ത് ചെയ്യണം? അത് സൂക്ഷിക്കുകയും ആവശ്യമാണ്. എന്നാൽ എന്താണ് കേട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കേട്ട കാര്യങ്ങൾ എന്താണ് കേട്ടത്? അത് കേട്ട കാര്യം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇത്ര വലിയ രക്ഷ എന്നുള്ള ഒരു സന്ദേശമാണ്. ഇത്ര വലിയ രക്ഷ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതിൻ്റെ എക്സ്ക്യൂസ് ഇല്ല നമുക്ക്. തെറ്റിയൊഴിയാൻ പറ്റില്ല. അയ്യോ ഞാൻ കേട്ടു പക്ഷേ അബദ്ധം പറ്റിപ്പോയി, അത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയാൻ സാധിക്കും? ദൈവം നമ്മളെ ഉത്തരവാദികളായിട്ട് തന്നെ കണക്കാക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത്. അതുകൊണ്ട് കേട്ട കാര്യങ്ങൾ, ഇത്ര വലിയ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷ പ്രവചനം, പ്രസംഗങ്ങൾ, അത് കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ, അത് ആ വിഷയമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇതിനാണ് നമ്മൾ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം. എന്നാൽ ഇന്ന് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ നല്ല വാർത്തകൾ ഇല്ല. സുവിശേഷത്തിൽ ഇല്ല. എന്തു പറ്റി സൂവിന്? സുവിശേഷത്തിൻ്റെ നല്ല വാർത്തയ്ക്ക് എന്തു പറ്റി? അതിനോടുകൂടി മനുഷ്യർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സഭാ താല്പര്യങ്ങളും അവരുടെ സംഘടിതമായ സംഘടനയുടെ മേന്മയ്ക്കും വേണ്ടി അവർ പലതും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. സ്നാനപ്പെടണം, നിങ്ങൾ ഇനി പാപം ചെയ്യാൻ പാടില്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് വിശദീകരിക്കപ്പെടണം, ഇതൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് രക്ഷ പൂർണ്ണമായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷം, കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ കൊണ്ട് മരിച്ചു, അതുകൊണ്ട് ഇനി പാപങ്ങൾക്ക് ശിക്ഷയില്ല, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പാപക്ഷമ, നിത്യജീവൻ, ഇത് എത്രയോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത് വിശ്വസിക്കുന്ന സഭകൾ ഇന്ന് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. സുവിശേഷം ഉണ്ടെങ്കിൽ തന്നെ അതിനോട് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അത് സുവിശേഷമല്ലാതായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയതുകൊണ്ട് ഇത്ര വലിയ രക്ഷയെക്കുറിച്ചുള്ള ദാനമായി ദൈവം തൻ്റെ പുത്രനിൽ നൽകാൻ തീരുമാനിച്ച ആ കാര്യങ്ങൾ അതേപടി അത് സുവിശേഷമായിട്ട് തന്നെ പ്രസംഗിക്കാനും അത് വിശ്വസിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കേട്ട കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കണം, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് 1-ാം വാക്യത്തിൽ, 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ. കരുതുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു വലിയ നിധി കിട്ടിയിരിക്കുകയാണ്. അത് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് സൂക്ഷിക്കുന്നത് കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അത് സൂക്ഷിക്കുന്നുള്ള വാഗ്ദാനം കൊണ്ടുമല്ല. എന്നാൽ ഈ ദുഷ്ടലോകമായതുകൊണ്ടും ഒരുപാട് കള്ളപ്രവാചകന്മാർ ഉള്ളതുകൊണ്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കരുതിക്കൊള്ളണം എന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ 4-ാം വാക്യത്തിൽ ശ്രദ്ധയോടെ കരുതുന്നതിൻ്റെ മറുഭാഗമാണ്. ഒന്നിലും കരുതുക, അതിൻ്റെ മറുഭാഗമാണ് ഗണ്യമാക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിനോ ദൈവവചനത്തിനോ ഒരു വിലയുമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തീയ സഭകളിൽ പോലും ദൈവത്തിൻ്റെ നാമം പറഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. ദൈവത്തിൻ്റെ വചനത്തിനോ ദൈവത്തിനോ ക്രിസ്തുവിനോ ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിനോ അവൻ്റെ മരണത്തിനോ അവൻ്റെ പുനരുദ്ധാനത്തിനോ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ലോകത്തിൽ ഈ കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് അതിനെ കരുതിക്കൊള്ളണം എന്ന് തന്നെയാണ്
ദൈവവചനം നമ്മളെ പഠിക്കും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. ഈ ദൈവവചനം ഇല്ല എങ്കിലും നമുക്കിതൊന്നും പറയാൻ സാധിക്കത്തില്ല, ഇതൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ദൈവം ആര്, ക്രിസ്തു ആര്, എന്ത് സംഭവിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് എന്ത് പറ്റി, ഇതൊന്നും നമുക്കറിയാൻ. അതുകൊണ്ട് ദൈവവചനം വളരെ പരമപ്രധാനമായി തന്നെ നിലനിൽക്കുകയാണ്. ലക്ഷ്യം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയെന്ന് പറയുന്നത്, തെറ്റിയൊഴി ഹൗ ക്യാൻ യു എസ്കേപ്പ് ഫ്രം ദിസ്, അതിൽ നിന്ന് നമുക്ക് തെറ്റിയൊഴിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ഉത്തരവാദികളാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ആത്മീയ രക്ഷ, നിത്യരക്ഷ ദൈവം സൗജന്യമായിട്ട് പുത്രനിൽ നൽകി, പുത്രനെ പൂർണ്ണമാക്കിയ ആ രക്ഷ, അതിനെ സംബന്ധിച്ച് നമ്മൾ ഉത്തരവാദികളാണ്. അതിൽ നിന്ന് തെറ്റൊഴിയാൻ നമുക്ക് സാധിക്കത്തില്ല. അയ്യോ, ഐ ഡിഡ് നോട്ട് നോ, ഐ ഹാഡ് നോ ഓപ്പർച്യൂണിറ്റി, എനിക്ക് സമയം കിട്ടിയില്ല, നോ 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 നോ, ഇതിനൊന്നും തെറ്റൊഴിയാൻ പറ്റില്ല എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ സന്ദേശം ദൈവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. വി ഡു ദാറ്റ്. ഞങ്ങളുടെ പാലാരിവട്ടം ബൈബിൾ ചർച്ചിൻ്റെ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള മലയാളം ശുശ്രൂഷ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിങ്കിലേക്ക് തിരിയുക. ആരാണ് സാക്ഷാൽ ദൈവം? ഈ ദൈവം സംസാരിച്ച് ആ ദൈവത്തിൻ്റെ ചരിത്രവും ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങളുമാണ്, മനുഷ്യന് വേണ്ടിയുള്ള കാര്യമാണ് വേദപുസ്തകം. അപ്പോൾ അതിലേക്ക് നാം തിരിയുക. ഈ വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ മഹിമയാണ്. ദൈവം എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു, എന്തുകൊണ്ട് സൃഷ്ടിച്ചു, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്തതാണ്. ഈ ദൈവ മഹത്വത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പ് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തിരിയുക, ദൈവവചനത്തിലേക്ക് തിരിയുക, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുക. ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ. മനുഷ്യാശിയുടെ സന്ദേശം ദൈവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ നാം വായിച്ചത്. ഗോഡ് സ്പോക്ക്, ദൈവം അരുളി ചെയ്തു. ഗോഡ് സെഡ് എന്ന് തന്നെയാണ് അത് ഇംഗ്ലീഷിൽ, ഗോഡ് സെഡ്. പക്ഷെ നമ്മളത് കുറച്ച് ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി പറയുമ്പോഴത്തേക്ക് അരുളി ചെയ്തു എന്നുള്ള ഒരു ആശയം അവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷ്യം, തിരുവചന സാക്ഷ്യം, കേട്ടവർ ഉറപ്പിച്ചു തന്ന സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കേട്ടവർ, കണ്ടവർ അത് ഉറപ്പിച്ചു നൽകി. അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങളിത് കണ്ടതാണ്, ഞങ്ങൾ തൊട്ടതും കണ്ടതും ആയ ഈ ക്രിസ്തു, ഈ ദൈവപുത്രൻ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് തെറ്റുവിടാൻ സാധ്യമല്ല എന്ന് തിരുവചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പരിഗണിക്കണം അത് എന്നുള്ളത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ 3-ാം വാക്യം അല്ല 2-ാം വാക്യം, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, അവിടെ ഒരു ഇഫ് ക്ലോസ് ആണത്. ഒരു ഇഫ് ക്ലോസ് എങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് അത് ആരോടാണ് പറഞ്ഞത്, അവരത് അനുസരിച്ചില്ല എങ്കിൽ, അവിടെ ലംഘനമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ കൊടുത്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ ഇത് എത്രയോ ഗൗരവമായിട്ട് എടുക്കണം. കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് അപ്രകാരം നമ്മൾ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തില്ല എങ്കിൽ അതിന് ശിക്ഷയുണ്ട്, ആ ലംഘനങ്ങൾക്ക് ശിക്ഷയുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ ശിക്ഷകൾ മൊത്തത്തിൽ ദൈവം തൻ്റെ പുത്രനിൽ കണക്കിട്ടു. അവൻ കാൽവരി ക്രൂശിൽ കയറി അവിടെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. എന്നാലും നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവം അവരെ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണത്തിന് ലംഘനമുണ്ടായാൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അവർക്ക്. ആ ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, ബാലശിക്ഷകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ലംഘനത്തിന് തക്ക
ശിക്ഷ ലഭിച്ചു. 2, ദൂതന്മാർ പറഞ്ഞ വാക്കുകൾക്ക് സത്യമാകുകയും നിയമലംഘനത്തിന് അനുസരണമില്ലായിരിക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തുവെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവനീതിയും ശിക്ഷാ നടപടികളും നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ മഹാരക്ഷയെക്കുറിച്ച് അറിയണം, പുത്രനെക്കുറിച്ച് അറിയണം, കാൽവരിയിൽ നിന്ന് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിവിൻ്റെ ഒരു ശുശ്രൂഷയാണത്. ഏറ്റവും ജ്ഞാനിയായ ദൈവം തൻ്റെ ജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ ജ്ഞാനികളായി ജീവിക്കണമെന്ന് തന്നെയാണ്. എഫേസ്യനിലൊക്കെ നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ ബുദ്ധിയില്ലാത്തവരായി ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ദൈവവചനം നമ്മളോട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം അതിൻ്റെ എന്തായിരിക്കണം? തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവകാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശിക്ഷാ നടപടികൾക്കുള്ള ഉദാഹരണങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങളുടെ, പ്രത്യേകിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തക്കതായ ശിക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടി ഈ ദൈവവചനം നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കണം. അതിലെ രക്ഷ നമ്മൾ ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്ന രക്ഷയെ സംബന്ധിച്ച് നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഉദാഹരണം, നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹ്റോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു, യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. ഇത് ദൈവം അവരോട്, ഇനി ഞാനല്ലാതെ നിങ്ങൾക്ക് ദൈവം ഉണ്ടാകരുത്. അതിനിടയിൽ ആ സമയത്താണ് അവിടെ ഒരു വലിയ സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ അവർ ആരാധിക്കുകയും അതിന് ചുറ്റും ഡാൻസും അവർ തിന്നാനും കുടിക്കാനും കളിക്കാനും ഉണർന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഉദാഹരണമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നമ്മൾ എത്രയും ഗണ്യമാക്കണം എന്ന് തന്നെയാണ് ഈ വാക്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വേഗത്തിൽ വായിച്ചാൽ നിങ്ങൾക്കൊരു സൂചന കിട്ടും. അത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണത്. ഒരു ഇസ്രായേലിൻ്റെ അനുസരണക്കേട്ടൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് മാതൃകയായിട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങളിങ്ങനെയുള്ളവരാകരുത് എന്നുള്ളത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴായിരുന്നു. അവരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുകയാണ്. ഇസ്രായേൽ ജനം, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും സമുദ്രത്തിൽ സ്നാനമേറ്റു. അത് അവരുടെ പുറപ്പാട്. ആ ചെങ്കടൽ പിളർന്ന് അവർ നടത്തിയ കാര്യങ്ങൾ. മുകളിൽ മേഘം, ചുറ്റും വെള്ളം, വരണ്ട നിലത്തുകൂടെ നടക്കുകയാണ്. അത് സ്നാനത്തിനൊരു മാതൃകയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് 3-ാം വാക്യത്തിൽ, മോശയോട് അവർ സമുദ്രം സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷനാണ്. അവരെ പിൻപറ്റിയ ആ പാറ അത് ക്രിസ്തു ആയിരുന്നു. 5-ാം വാക്യത്തിൽ, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ദുർമോഹം അത് ശിക്ഷകൾ കൊണ്ടുവരും. ബാലശിക്ഷകൾ എന്ന് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി എഴുതാം. അതിൻ്റെ 7-ാം വാക്യത്തിൽ പത്താം അധ്യായം അതിൻ്റെ നമുക്ക് ദൃഷ്ടാന്തമായി അത് സംഭവിച്ചിരിക്കുന്നു. ദുർമോഹികളാകരുത്. പിന്നെ 7-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാലും,
വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയെക്കുറിച്ച് പറയുകയാണ്. രക്തം കൊണ്ട് വീണ്ടെടുത്ത ഒരു ജനമാണ്. കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം തെളിച്ച് സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ കൂട്ടരാണ് ഇവർ. ചെങ്കടൽ കടന്ന് വരണ്ട ദേശത്തു കൂടി വന്ന ഈ ജനം, അവരോട് പറയുകയാണ്, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. അപ്പോൾ തിന്നുന്നതും കുടിക്കുന്നതും പ്രശ്നമാണോ? അല്ലല്ല, ദൈവം ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ ഭക്ഷണം തിന്നുക, കുടിക്കുക എന്നുള്ളത് അത് വളരെ അത്ഭുതകരമായ ഒരു ദൈവിക ദാനമാണ്. അത് സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാനും എഴുന്നേറ്റു. അതാണ് ആ വിഗ്രഹാരാധന സംഭവിച്ചത്. ഒരു കൂട്ടം ജനം അവിടെ ഒരു സംഹാരം നടന്നുകൊണ്ട് 3000 പേര് അന്ന് വധിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. 3000. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം, ഈ വീണ്ടെടുക്കപ്പെട്ടവരുടെ മധ്യത്തിൽ അങ്ങനെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ മുഖാന്തരം അവർ തിന്നാനും കുടിക്കാനും കളിപ്പാനും എഴുന്നേറ്റു. ദൈവവിരോധമായ ആരാധന എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എത്രയോ ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം ആത്മാവാകുന്നു, ദൈവം സൃഷ്ടാവാകുന്നു. അവനെപ്പോലെ വേറെ ആരുമില്ല, അവനോട് സമമായിട്ടുള്ള തുല്യനോ ആരുമില്ല. അവൻ നിസ്തുല്യനായ പരിശുദ്ധ പിതാവ് ദൈവമാണ്. അവനെ, ഈ ദൈവത്തെ, സൃഷ്ടാവിനെ, രക്ഷകനെ നാം കല്ലും മണ്ണും ഉള്ള വിഗ്രഹങ്ങളായിട്ട് ആരാധിക്കുക. ഇവിടെ കാണുന്നത് സ്വർണം കൊണ്ടുള്ള ഒരു വിഗ്രഹമായിരുന്നു. അവരതിന് ചുറ്റും ഈ വെറിക്കൂത്ത് നടത്തി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരിൽ ചിലർ പരസംഗം ചെയ്തു. ഒരു ദിവസം 23,000 പേർ വീണുപോയതുപോലെ പരസംഗം ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ. 23,000 പേര് ഒരു ദിവസം കൊല്ലപ്പെട്ടു. നാമും പരസംഗം ചെയ്യരുത്. അവർ ചിലർ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നമുക്ക് കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പരസംഗം, അതുപോലെ തന്നെ സർപ്പങ്ങളാൽ നശിച്ചു പോയത്. പിന്നെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ചില പിറുപിറുത്തു. മർമർ, ദൈവത്തിനെതിരായിട്ട് മർമർ ചെയ്തു. ദൈവം നിയമിച്ച മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് അവർ പിറുപിറുത്തു. എന്നിട്ടെന്ത് പറ്റി? അവർ സംഹാരിയാൽ നശിച്ചു പോയതുപോലെ. എന്നിട്ട് എഴുതിയിരിക്കുക, നിങ്ങൾ പിറുപിറുക്കരുത്. പിറുപിറുപ്പ്, ദൈവത്തോട് പിറുപിറുക്കരുത്. എന്നിട്ട് 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിന് എഴുതിയിരിക്കാൻ. ലോകാവസാനം വന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി അത് അന്ത്യകാലം തുടങ്ങുകയാണ്. എബ്രായർ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നു, അന്ത്യകാലത്ത് പിതാവ് തന്നെ പുത്രൻ മുഖാന്തരം സംസാരിച്ചിരിക്കുകയാണ്, അരുളി ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് അന്ത്യകാലം. എന്നാൽ ഈ അന്ത്യകാലത്തിൻ്റെ അവസാനം അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഭരണമായിരിക്കും, 1000 ആണ്ട് വാഴ്ചയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും നല്ല സുവാർത്ത. അതിൽ നമുക്ക് ഭാഗവാക്കുകളാകണമെങ്കിൽ ഇപ്പോഴേ ഈ വലിയ രക്ഷയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ, അനുസരണക്കേണ്ട വിഷയങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുണ്ട്. എങ്കിലും നമുക്ക് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കർത്താവ് പറഞ്ഞ ഒരു കഥ പറഞ്ഞ് അത് വായിച്ച് അതിൻ്റെ സാരം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഇത് വായിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇന്ന് പഠിച്ചു വരുന്നത് തിരുവചനത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ, ബൈബിളിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം നമുക്കറിയാവുന്നതുപോലെ ധനവാൻ്റെയും ലാസറിൻ്റെയും ചരിത്രമാണത്. അവർക്കെന്ത് സംഭവിച്ചു എന്നുള്ള വിഷയമാണ്. ഇത് ലാസറിൻ്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതൊരു യഥാർത്ഥ
വസ്തുതയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇറ്റ്സ് എ ട്രൂ സ്റ്റോറിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന മരണത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ശക്തമായ ഉപദേശങ്ങളുള്ള ഒരു കഥ തന്നെയാണ്. ഇവിടെ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 31 വാക്യം. അബ്രാഹാം അവനോട് പറഞ്ഞു, നമുക്കിതിൻ്റെ കഥ അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ധനവാൻ ലാസർ രണ്ടുപേരും മരിച്ചു. ഒരാൾ ലാസർ എബ്രാഹാമിൻ്റെ മടിയിലേക്ക് പോയി, ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി. തമ്മിൽ കാണുന്നു, അവർ തമ്മിൽ ഗൾഫുണ്ട്, ഒരു വലിയ അഗാധമായതുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ സാധിക്കുകയില്ല. അവിടെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണശേഷവും അവന് ഏതോ തരത്തിലുള്ള ഒരു ശരീരവും സംസാരിക്കാനും ദാഹമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതല്ല നമ്മുടെ പഠന വിഷയം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, അവിടെ അബ്രാഹാം ഈ ധനവാനുമായിട്ട് ചില സംഭാഷണങ്ങൾ സംഭവിക്കുകയാണ്. അവിടെ അതിൻ്റെ അവസാനം അബ്രാഹാം പറയുകയാണ്, അബ്രാഹാം അവനോട്, ധനവാനോട്, എവിടെയാണ് ഈ തർത്താരസ് എന്ന് പറയുന്ന യാതനാ സ്ഥലത്ത് കിടക്കുന്ന, യാതന അനുഭവിക്കുന്ന ധനവാനോട് പിതാവായ അബ്രാഹാം പറയുകയാണ്, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യം ആകയില്ല. അപ്പം ഇതിൽ നിന്ന് തിരുവചനത്തിൻ്റെ പ്രാധാന്യം, ഇവിടെ മോശയുടെ ന്യായപ്രമാണമാണ് മോശയും പ്രവാചകനും പറയുന്നത്. മിക്കവാറും തന്നെ അത് കർത്താവ് പറഞ്ഞതുകൊണ്ട് 29 പുസ്തകങ്ങൾ അത് നിശ്ചയമായിട്ടും നമുക്ക് അതിനെ ഉൾപ്പെടുത്താവുന്നതാണ്. പഴയ നിയമ 29 പുസ്തകങ്ങൾ അത് നമുക്കറിയാലോ, 3ആയിട്ട് വായിച്ചിരിക്കുകയാണ്. തോറ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പിന്നെ പ്രവാചകന്മാർ, പിന്നെ എഴുത്തുകൾ, അങ്ങനെ 3 വിഭാഗങ്ങളുള്ളത്. അങ്ങനെ 29 പുസ്തകങ്ങളാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്കുള്ളത്. അപ്പോൾ അത് പറയുകയാണ്, അവർ ജീവിച്ചിരുന്നപ്പോൾ ഈ ധനവാനും അവൻ്റെ കുടുംബക്കാരും ഇസ്രായേൽ ജനവും മോശയും പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇനി ഒരുവൻ മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റവരോട് പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. ഇതാണ് പരിതാപകരമായ അവസ്ഥ. ഈ ദുഷ്ടൻ്റെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ഒരു ഇമ്പോസിബിൾ, അത് അസാധ്യമായ ഒരു കാര്യമാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് പ്രവർത്തിച്ച് നാം അത് വിശ്വാസത്തിലേക്ക് നമ്മൾ വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് സാധിക്കുന്നത്. ഇത് വലിയ ഒരു അത്ഭുതം, ഒരു വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന വലിയൊരു അത്ഭുതമായിട്ട് ഞാനിതിനെ കണക്കാക്കിയാണ്. നമുക്കറിയാം ഈ കഥയുടെ അവസാനം അങ്ങനെയാണ് എങ്കിൽ കൂടി നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവനെ കണ്ട അപ്പസ്തലനായ തോമസ് പോലും അവൻ അവിശ്വാസിയായിരുന്നു. അവനോട് പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാത്ത വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊരു വളരെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം, തിരുവചനത്തിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 24-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 24-47 വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സുവിശേഷം കൊണ്ട് കടന്നു ചെല്ലുക, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ഉണ്ട്, വലിയ നിത്യരക്ഷയുണ്ട് എന്നുള്ള സന്ദേശം നിങ്ങൾ ഈ ലോകം മുഴുവനും പറയണം. ഈ പറഞ്ഞ് കേട്ട് നിങ്ങൾ വിശ്വസിക്കുമോ? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാന ഇപ്രകാരമാണ്, തിരുവചനം പരമപ്രധാനമാകും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഗോഡ് സ്പോക്ക്. ഇത് ദൈവവചനമല്ല എങ്കിൽ ഇത് നമ്മൾ സാധാരണ ഒരു പുസ്തകത്തിൻ്റെ വിലയുള്ളൂ. ഇത് ഗോഡ് ഹാസ് സ്പോക്കൺ. മോശയും പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചു. മോശ പറഞ്ഞതല്ല, പ്രവാചകൻ പറഞ്ഞതല്ല, അവരിലൂടെ പുത്രനിലൂടെ സംസാരിച്ചിരിക്കുകയാണ്. അതെല്ലാം രേഖപ്പെടുത്തി സൂക്ഷിച്ച് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തിരുവചനം കേൾക്കണം,
കേൾക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് വിശ്വസിക്കണം. അത് കളയാനുള്ള സാധനമല്ല, അത് വിശ്വസിക്കുകയും കാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവവചനം പറയുന്ന ഇത്ര വലിയ രക്ഷ നിങ്ങൾ പരിഗണിക്കണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പാപമോചനം ലഭിച്ചവരായി ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് വിശ്വാസമായി പരിഗണിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തിനും ദൈവവചനത്തിനും ദൈവത്തിൻ്റെ ക്രിസ്തുവിനും കാൽവരിക്കും ഉയർപ്പിനും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കും എതിരായിട്ട് ദുഷ്ടൻ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും കേൾവിക്കാരെയും ഈ വലിയ രക്ഷയിലേക്ക് ആകർഷിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ എന്നും അടിയങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു.